ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു ദ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത് നമ്മുടെ IQ-Z9 ആ ഒരു ഫോണുമായിട്ടാണ്. ഈ പുതുപുത്തൻ ഫോണാണ്. അപ്പോൾ ഇത് IQ-Z9, അതിൻ്റെ തന്നെ വിവോയുടെ സബ് ബ്രാൻഡാണ് IQ. അപ്പോൾ അതിൽ വിവോ T3Xും രണ്ടും സെയിം ഫോണാണ്. നമ്മൾ കണ്ടിട്ട് എല്ലാം ഒരുപോലെയാണ്. ഞാൻ ബാക്കി ഇപ്പോൾ ഡീറ്റെയിൽസ് കാണിച്ചു തരാവേ. അപ്പോൾ നമുക്ക് ആദ്യം ഈ ബോക്സും തുറന്ന് നോക്കാം. ഫോൺ വന്നൊരു കവറാണ്, നമ്മൾ മാറ്റി. അപ്പോൾ ഇതാണ് നമ്മുടെ IQ-Z9, ഒരു പച്ച കളറാണ് കേട്ടോ, നല്ല രസമുണ്ട് കാണാൻ. പിന്നെ ഈ ഒരു റബ്ബറിൻ്റെ കേസ് ഉണ്ട് കേട്ടോ. ഫോൺ ഇങ്ങോട്ട് വയ്ക്കാം. വേണ്ട, ഒരു സിം എജക്റ്റ് ടൂളുണ്ട്, കുറച്ച് പേപ്പറുകൾ, പിന്നെ ചാർജറുണ്ട്. 44 വാട്ട്സിൻ്റെ ചാർജറാണ് കേട്ടോ. കാരണം ഈ ഫോണിൻ്റെ ബാറ്ററി എന്ന് വെച്ചാൽ ഏകദേശം 6000 mAh ബാറ്ററി ഉണ്ട്. ഈ ഒരു 6000 mAh എന്ന് അറിയണമെങ്കിൽ ഇത്രയും ഒരു ഫാസ്റ്റ് ചാർജർ തന്നെ മസ്റ്റാണ്. പിന്നെ ഈ 6000 mAh ബാറ്ററിയൊക്കെ ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. കാരണം ഇപ്പോഴത്തെ ഡേ ടു ഡേ ലൈഫ് എല്ലാവർക്കും നല്ലോണം ഫോണുണ്ട്. ഒരു ലോങ് എവിടെയെങ്കിലുമൊക്കെ പോകണമെങ്കിൽ ഇത് കൂട്ടൊരു ഫോൺ തന്നെ ഇത്രയൊക്കെ ബാക്കിപ്പ് വേണം കേട്ടോ. പിന്നെ അപ്പോൾ ഇതാണ്. പിന്നെ ഇതിൻ്റെ സി ടൈപ്പ് കേബിളും USB Type 2C ആണ് കേട്ടോ ഗൈസ്. അപ്പോൾ ഇതിൽ നമ്മുടെ 128 GB ആണ് ഈ ഒരു ഫോണിൻ്റെ സ്റ്റോറേജ് വരുന്നത്. പിന്നെ ഇതിൻ്റെ റാം വരുന്നത് 6 GB ആണ്. 4, 6, 8 അങ്ങനെ 3 ഓപ്ഷൻ ആയിരുന്നുണ്ടായിരുന്നു. നമുക്ക് അത്യാവശ്യം 6 GB മതി. അതുകൊണ്ട് നമ്മൾ 6 ആണ് ചൂസ് ചെയ്തിരുന്നത് ഗൈസ്. അപ്പോൾ മെയിൻലി ഈ പറഞ്ഞ രണ്ട് ഫോണും 5G ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് 5G നോക്കുന്ന ബഡ്ജറ്റ് ഫ്രണ്ട്ലി അത്യാവശ്യം എല്ലാ ഫങ്ഷൻസും ഉള്ള നല്ലൊരു ഫോണാണ് കേട്ടോ ഇത്. പിന്നെ ഈ ഒരു ഫോണിന് മുകളിൽ ചെറിയൊരു സ്ക്രീൻ ഗാർഡ് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു പ്രൊട്ടക്ഷൻ ഉണ്ട്, അത് നല്ലതാണ്. പിന്നെ ഇത് കണ്ടില്ലേ, ഒന്ന് T3Xും ഒന്ന് Z9 ആണ് കേട്ടോ. സെയിം ബ്രാൻഡ് സെയിം ഫോണാണെന്ന് പറഞ്ഞത് ഭയങ്കര ഐഡൻറ്റിറ്റിക്കലാണ്. കളർ കൊണ്ട് നമുക്ക് മനസ്സിലാവും. ഇതൊരു ടോർണാഡോ ഗ്രീൻ അങ്ങനെ എന്തായിരുന്നു, ഇതൊരു ടൈപ്പ് ബ്ലൂ ആയിരുന്നു. ഇതുകൊണ്ട് ക്യാമറ കണ്ടോ, ഇതിലും സെയിം 2 ക്യാമറ, ഇതിലും സെയിം 2 ക്യാമറ. പക്ഷേ ഒന്ന് റൗണ്ടും മറ്റൊന്ന് സ്ക്വയറും ആ ഒരു ഷേപ്പിലാണ്. പക്ഷേ രണ്ടിനെയും ക്യാമറ അകത്തൊരു പോലെയൊക്കെയാണ് കേട്ടോ ഇരിക്കുന്നത്. നമ്മൾ ആദ്യം വിവോയുടെ ഈ ഒരു ഫോണായിരുന്നു വാങ്ങിച്ചത്. ഇത് വാങ്ങിയിട്ടൊരു ഓൾമോസ്റ്റ് ഒരു 2 month അടുത്താകാറായി. ഇത് നമ്മുടെ ഫാദറിന് വേണ്ടിയാണ് വാങ്ങിച്ചത്, ഇത് നമ്മുടെ ബ്രദറിനും. അപ്പോൾ അവൻ ഫോൺ വാങ്ങാൻ പറഞ്ഞു. അപ്പോൾ അവൻ്റെ ഒരു ബഡ്ജറ്റ് വെച്ചാൽ നോക്കിയപ്പോൾ നല്ല ഫോണാണ്, ഇതെടുക്കാൻ പറയാം. അപ്പം സെയിം ബ്രാൻഡ് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് മാത്രമാണ് നമ്മളിവരുടെ സബ് ബ്രാൻഡായ IQ-ലോട്ട് നോക്കിയത്. പക്ഷേ ഇത് രണ്ടും തമ്മിൽ എന്ത് വ്യത്യാസമൊന്നും എനിക്ക് ഒരു രീതിക്കും പിടിയിട്ടിട്ടില്ല. കാരണം ഇതുണ്ടല്ലേ ഫിംഗർ പ്രിൻ്റൊക്കെ സൈഡിലാണ്. നല്ല ക്യൂക്ക് റെസ്പോൺസാണ് കേട്ടോ. തൊട്ടാപ്പഴേ തുറന്നു വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഈ രണ്ട് ഫോണിൻ്റെ ക്യാമറ നോക്കാവേ ഗൈസ്. അപ്പോൾ നമ്മൾ ഈ രണ്ട് ഫോണും ഓൺ ആക്കിയിട്ടുണ്ട്. രണ്ട് ഫോണിലെയും ക്യാമറയും ഓൺ ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഫോണിൽ സ്ക്രീൻ ഗാർഡ് ഒട്ടിച്ചിട്ടുണ്ട്. അതിൻ്റെ വ്യത്യാസമാണോ എന്നറിയില്ല. അല്ല, കുഴപ്പമില്ല, ജസ്റ്റ് എല്ലാം ഓക്കെ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ വിവോ ആണ്. വിവോയുടെ ക്യാമറ ഏറെക്കുറെ ഇത്രയും വരും. പിന്നെ നമ്മുടെ IQ-ൻ്റെയും രണ്ട് സെയിം തന്നെയാണ്. പക്ഷേ IQ-ൽ ഇച്ചിരി ബ്രൈറ്റാന്ന് തോന്നും. ബ്രൈറ്റ്നെസ് രണ്ട് ഫോണിലും നമ്മൾ ഫുള്ളാക്കിയിട്ടേക്കും കേട്ടോ. ഇതിലേയും ഫുള്ളാണ്, ഈ ഫോണിലേയും ഫുള്ളാണ്. അപ്പം ഈ രണ്ട് ഫോണിൽ ഞാൻ ഒരു സെയിം ഫോട്ടോ എടുത്ത് തന്നെ കാണിച്ചു തരാം കേട്ടോ. ഇത് നമ്മുടെ വിവോയിലെടുത്തതും IQ-ൽ എടുത്തതാണ് കേട്ടോ. രണ്ടും 50 MB വരുന്നത് സെയിം ക്യാമറ ആണ്. എന്നാലും ഞാൻ ജസ്റ്റ് നിങ്ങളെ ഒന്ന് കാണിച്ചതേ ഉള്ളൂ. ഓരോരുത്തർക്കും ഓരോ ചോയ്സാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതെന്ന് വെച്ചാൽ ചൂസ് ചെയ്യുക ഗൈസ്. അപ്പോൾ ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള സ്പെക്കൊക്കെ നോക്കുവാണെങ്കിൽ സ്നാപ്ഡ്രാഗൺ 6 Gen 1 ആണ്. പിന്നെ 120 Hz റിഫ്രഷ് റേറ്റുള്ള ബ്രൈറ്റ്നസ് ആണ്. 1000 nits ആണ് ആ ഒരു സ്ക്രീന്. അതിൻ്റേതായ എല്ലാ ക്ലാരിറ്റിയും നമുക്കിതിൽ ലഭിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ രണ്ട് ഫോണിൻ്റെയും ബേസിക് ആയിട്ടുള്ള ഒരു റിവ്യൂസ്. ഇനി അധികം എന്തെങ്കിലും വേണമെങ്കിൽ കമൻറ്റ് ഇട്ടാൽ മതി, നമ്മൾ വീഡിയോ ഇട്ടേക്കാം. അപ്പോൾ ഇത് 2 മാസമായി നമ്മളിത് ഓക്കെയാണ്. കാരണം ഇതൊന്നും തമ്മിൽ ഒരു വ്യത്യാസമില്ല, രണ്ടും ഒരു ഫോൺ തന്നെയാണ്. അപ്പോൾ ഇനി ഇങ്ങനെയുള്ള വീഡിയോസ് നമ്മൾ ഇടുന്നതായിരിക്കും. പിന്നെ ഈ ഒരു ഫോണിൻ്റെ ഫുൾ വീഡിയോ നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട്, അത് ചെക്ക് ചെയ്തു. പിന്നെ ഇങ്ങനത്തെ വീഡിയോസിനായി ദയവായിട്ട് നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്നാലേ ഇനിയുള്ള അടുത്ത വീഡിയോസിൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ബൈ.